പാകിസ്ഥാൻ ഭരണകൂടവും സൈനിക മേധാവികളും സൗദിയിലേക്ക് നീങ്ങുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം? അവിടെ നിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഉയരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ അടുത്ത കാലങ്ങളിൽ സൗദിയും പാകിസ്ഥാനും ചേർന്ന് ഉണ്ടാക്കിയ ഉടമ്പടി, സൈനിക ഉടമ്പടി ഇന്ത്യക്ക് വളരെ അലോരസപ്പെടുത്തുന്ന ഒന്നാണ്. അത് നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെയധികം അതിൽ ആശങ്കാകുലനാണ്. നമ്മുടെ ഒരു ആശങ്ക സൗദിയെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ സൗദി പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് അങ്ങനെ ഒരു കരാറുണ്ടാക്കിയത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിൻ്റെ പേരിലാണ്, അല്ലാതെ അതിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആക്രമിക്കുമെന്നല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും, പക്ഷേ അതിൻ്റെ കരാർ അങ്ങനെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഏതെങ്കിലും രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരെ ആക്രമിക്കും എന്നുള്ളതാണ് ആ കരാറ്. അപ്പോൾ നമ്മുടെ PM ശ്രീ പറഞ്ഞ പോലത്തെ ഒരു കുരുക്കാണത്. കാരണം ഇതിൽ നിന്ന് ഊരിപ്പോകാൻ ഒരു കക്ഷിക്ക് കഴിയില്ല. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുമ്പോൾ സൗദി അറേബ്യയ്ക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്കും അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. പാകിസ്ഥാൻ്റെ പിന്നിൽ നിന്നെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ട, മുന്നിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, പിന്നിൽ നിന്നെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടി വരികയോ സാമ്പത്തിക സഹായമോ ആയുധമോ ഒക്കെ നൽകാനുള്ള ബാധ്യതയൊക്കെ വന്നുവിടാം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സൗദിയുടെ ഒരു ആഗ്രഹമൊന്നും അല്ലെന്നാണ് പഴയ ഒരു മുൻ CIA ചീഫിൻ്റെ ഇൻ്റർവ്യൂ ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ടായിരുന്നു, ന്യൂയോർക്ക് ടൈംസിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് അമേരിക്കയ്ക്ക് സൗദിയെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യിക്കുന്നതിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ പാകിസ്ഥാൻ നമ്മളെ അടിച്ച് തകർക്കുമെന്ന്, അണുവായുധം പ്രയോഗിച്ച് അടിച്ച് തകർക്കുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നമ്മളെ അറിയിക്കുകയുണ്ടായി. അപ്പം നരേന്ദ്രമോദി പറഞ്ഞത്, അങ്ങനെ നമ്മളെ വരട്ടണ്ട, അവരങ്ങനെ നേരിടുകയാണെങ്കിൽ ഞങ്ങൾ അതിനു മുമ്പേ വേണ്ട രീതിയിൽ നേരിടുമെന്ന്. അപ്പോൾ തന്നെ നമുക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു ഈ കിനാര കുന്നുകൾ എന്ന് പറയുന്നത്, അതിൻ്റെ അടിഭാഗം റോക്കി ആയിട്ടുള്ള ഭാഗത്ത്, അന്തർഭാഗത്ത് ഇവരുടെ അണുവായുധ ശേഖരം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തന്നെ ഇന്ത്യ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. ഇന്ത്യ അമേരിക്കയുടെ ആ ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളി പോലെയാണ്. നിങ്ങൾ സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ അവർ അണുവായുധം വിട്ടുകളയും, നിങ്ങളുടെ ഒരുപാട് വലിയ പോപ്പുലേഷനുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന്. അപ്പോൾ തന്നെ നരേന്ദ്രമോദി അതിന് എതിരായിട്ട് വേണ്ട പ്രിപ്പറേഷൻ എടുത്തു. അവരുടെ എയർ ബേസുകളെല്ലാം തകർക്കാനുള്ള തീരുമാനം ആദ്യം നമ്മൾ എടുത്തതുകൊണ്ടാണ്. ഈ പ്രഖ്യാപനം പറഞ്ഞ ഉടൻ തന്നെ, ഈ ഒരു മെസ്സേജ് നമുക്ക് വന്ന ഉടൻ തന്നെ നമ്മൾ 24 മണിക്കൂറിനകം ശക്തമായ ആക്രമണം ആരംഭിക്കുകയും എല്ലാ എയർബേസുകളും തകർക്കുക എന്നുള്ളതാണ്. എയർബേസ് തകർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ അണുവായുധം അവിടെ വന്ന് ഏതെങ്കിലും ഒരു ബേസിൽ കൊണ്ടുവന്നിട്ടേ അവർക്കിത് ലോഞ്ച് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലോഞ്ചിങ്ങിന് പോലെയുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടാവരുത്. ആ വിധത്തിലേക്ക് എയർബേസുകൾ നമ്മൾ തകർക്കുകയാണ് ഉണ്ടായത്. അതോടെ പാകിസ്ഥാൻ അന്താളിച്ചു പോയി. പാകിസ്ഥാൻ അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു. അതിന് പുറമെ നമ്മൾ ഈ കിനാര കുന്നുകളുടെ ഗേറ്റിന് മുമ്പിൽ കൊണ്ടുവന്ന് ബ്രഹ്മോസ് ഇട്ടു. നമുക്കത് തകർക്കാൻ അറിഞ്ഞുകൊണ്ടിട്ടില്ല, പക്ഷേ അത് അമേരിക്കയെ കൂടെ പ്രകോപിപ്പിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മളത് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങൾ അവർക്ക് വരുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ തന്നെ പാകിസ്ഥാൻ വരണ്ടുപോയി, അമേരിക്കയും കൺസേൺ ആയി. ശരിക്കിത് ഈ കിനാര കുന്നുകൾക്ക് താഴെയുള്ള ഈ അണുവായുധ കേന്ദ്രം ജോർജ് ബുഷ് രണ്ടാമൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ആശീർവാദത്തോടു കൂടി അമേരിക്ക ഇവിടെ പ്ലാൻ ചെയ്തതാണെന്നാണ് പറയുന്നത്. അവരുദ്ദേശിച്ചത് ചൈനയുമായിട്ട് എന്തെങ്കിലും ഒരു അടി ഉണ്ടായാൽ അവർക്ക് ഇവിടെ അത്തരത്തിലൊരു അണുവായുധ ബേസ് വേണമായിരുന്നു. ആ ബേസാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയതെന്നാണ്. കാരണം പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇത്ര വലിയൊരു സന്നാഹം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇറാന് തന്നെ കഴിയുന്നില്ല. എത്രയോ വർഷമായി ഇറാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന് പോലും ഒരു അണുവായുധം പൂർണ്ണമായും അവർ യുറേനിയം ശുദ്ധീകരിച്ച് ഇത്തരത്തിൽ സമ്പുഷ്ടമാക്കി ഒരു അണുവായുധം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബ് വന്ന് ഇതിനെ തകർത്തത് അമേരിക്ക. അപ്പോൾ അമേരിക്ക മറ്റൊരു രാജ്യത്തിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലൊരു കുട്ടി രാജ്യത്തിന് ഒരു അണുവായുധം ഉണ്ടാക്കാൻ കയ്യിൽ വശം വയ്ക്കാൻ അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ അമേരിക്ക ഇത് സമ്മതിച്ചത്
അത് അവരുടെ സ്വന്തമായിരുന്നത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ CIA മുൻ ചീഫ് തന്നെ പറയുന്നത്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഈ ഇന്ത്യയും സൗദിയുമായിട്ട് നല്ല ബന്ധമാണല്ലോ. അതെ, ആ ബന്ധം പെട്ടെന്ന് മാറുന്ന വിധത്തിൽ അമേരിക്ക ഇടപെട്ടത് കൊണ്ടാണ് എന്ന് പറയുന്നത്. കാരണം അമേരിക്കയ്ക്ക് സൗദിയിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. സൗദിക്കും അമേരിക്ക പല വിധത്തിൽ ആവശ്യമുണ്ട് അവരുടെ ഡെവലപ്മെൻറ്റ്സിനായിട്ട്. അപ്പോൾ അമേരിക്കയുടെ ട്രംപിൻ്റെ പ്രഷറാണ് സൗദി പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റിന് തയ്യാറായത്. ആ എഗ്രിമെൻറ്റ് വന്നതിന് പിന്നിൽ വേറൊരു രഹസ്യം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കിനാര കുന്നുകളിലെ താഴെ വെച്ചിരിക്കുന്ന അണുവായുധ കേന്ദ്രം ഇനി സൗദിയിലേക്ക് മാറ്റാനായിട്ട് ഒരു പദ്ധതി കൂടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇത് ഇവിടെ സേഫ് അല്ല. ഇന്ത്യ ഇങ്ങനെ ബ്രഹ്മോസും ഒക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഏത് സമയം വേണോ ഇന്ത്യക്ക് തകർക്കാൻ കഴിയും എന്ന് അമേരിക്കയ്ക്കൊരു കൺസേൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സേഫായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഏതാണ്ട് അടുത്ത അതിർത്തിയിൽ വരുന്ന സൗദിയിലേക്ക് ഇത് മാറ്റി അവിടെ ഒരു ഭൂഗർഭ ഉണ്ടാക്കി സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതിന് സൗദി പറയുന്ന ന്യായം, ഞങ്ങൾക്ക് ഇസ്രായേലിനെ പേടിയുണ്ട്. ഇസ്രായേൽ എന്തെങ്കിലും ആക്രമിച്ചാൽ ഇപ്പം അതിന് നമുക്ക് നേരിടാനായിട്ട് ഒരു അണുവായുധ കേന്ദ്രം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് അവരും പറയുന്നത്. ഖത്തറിലിപ്പോൾ ആക്രമണം ഉണ്ടായല്ലോ ഇസ്രായേലിൻ്റെ. ആ ആക്രമണം ഞങ്ങൾക്കൊരു ചൂണ്ടുവലകയാണ്. നാളെ ഞങ്ങളെയും ഇസ്രായേൽ ഇതുപോലെ ആക്രമിച്ചാലോ, അങ്ങനെ ആക്രമിച്ചാൽ ഞങ്ങൾക്കും അവരെ ഭീഷണിപ്പെടുത്താനായിട്ടൊരു സാധനം വേണം. അതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് എഗ്രിമെൻ്റ് വയ്ക്കുന്നു എന്നാണ് സൗദി പുറമേ പറയുന്നെങ്കിലും. പക്ഷെ അതൊരു വലിയ ഇന്ത്യ ഈ പാകിസ്ഥാനെതിരെ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ തീവ്രവാദത്തെക്കുറിച്ചാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീവ്രവാദം മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് വേറൊരു അപകടകരമായ അവസ്ഥയിലല്ലേ? ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് പോകുന്നത്. കാരണം ലോകത്തെ നേതാക്കൾക്കൊന്നും നെറിയില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൽ ഏറ്റവും വലിയ നെറികെട്ടയാൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപായി മാറിയിരിക്കുന്നു. ആ നെറികെട്ട പ്രവൃത്തികളുടെ ഭാഗമായി ഇപ്പോൾ പലയിടത്തും ഉണ്ടാകുന്ന നെറികേടുകൾ നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പോലും അമേരിക്കയുമായിട്ട് അത്ര സുഖത്തിലല്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. പിന്നെ അവർക്ക് വെസ്റ്റ് ബാങ്ക് ഒരു പോർഷൻ അവർക്ക് കൈവശം വെക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗാസ ഏതാണ്ട് 50% അവരുടെ കയ്യിലുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വെസ്റ്റ് ബാങ്കും കൂടെ കുറച്ച് ഭാഗം പിടിച്ച് അവരുടെ സേഫ്റ്റി അവർക്ക് രണ്ട് സൈഡിലും സുരക്ഷിതമാക്കേണ്ട ഒരു ബാധ്യത കൂടെ ഉണ്ട് എന്ന് ഇസ്രായേലിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ നിന്ന്. പക്ഷേ അപ്പോൾ ട്രംപ് അതിന് കണ്ണുരുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവരത് വെസ്റ്റ് ബാങ്കിൻ്റെ അവർക്ക് സേഫായിട്ടുള്ള പോർഷൻ അവർ കൈവശം വയ്ക്കുമെന്നാണ് അറിയുന്നത്. ഈ കിനാര കുന്നുകളിലെ വിഷയങ്ങൾ പോലും നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടിയത് ഇസ്രായേലിൽ നിന്നാണെന്നാണ് പറയുന്നത്. മൊസാദിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. അതാണ് നമുക്ക് കിട്ടിയ സന്ദേശം. അവരവിടുന്ന് ഇങ്ങനെ നീങ്ങിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് അതിന് മുമ്പേ അവനെ തട്ടിക്കോ എന്നുള്ള നിർദ്ദേശം കിട്ടിയത് അങ്ങനെയാണ് എന്നും അത് അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ ഇന്ത്യയെ നേരിടുന്നതിന് ഈ അസീം മുനീർ ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടിനും തയ്യാറാകുമെന്നുള്ളതാണ്. കാരണം അമേരിക്കയിൽ വെച്ച് പറഞ്ഞ കാര്യം തന്നെയുണ്ട്, ഇന്ത്യയോടെ ഞങ്ങൾ നേരിടും എന്നുള്ള രീതിയിൽ തന്നെ. അത് നമ്മൾ ഈ ചില ബിസിനസ്സിൽ ഏർപ്പെടില്ലേ, അതുപോലെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വാർ. പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങളെ യാതൊരു വിധത്തിലുള്ള കൺസേണും ഇല്ല. അവിടുത്തെ 28 കോടി ജനങ്ങൾ മരിക്കാനായിട്ട് അല്ലെങ്കിൽ പട്ടിണി കിടക്കാനായിട്ട് ദുരിതം അനുഭവിക്കാനായിട്ട് അവർ വിട്ടിരിക്കുകയാണ്. അതിൽ വരുന്ന ഒരു 10 ലക്ഷം പട്ടാളക്കാരും പിന്നെ അവരുടെ മേജർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയുള്ള ഒരു ടീമിനെ മാത്രമേ അവർ പരീക്ഷിക്കുന്നുള്ളൂ. ബാക്കി ആരെയും പരീക്ഷിക്കുന്നില്ല. അതാണ് പാകിസ്ഥാൻ ജനത നേരിടുന്ന ഒരു പ്രശ്നം. അതുകൊണ്ടാണ് അവിടെ അന്തഃഛിദ്രങ്ങളും വിഘടനവാദവും പാകിസ്ഥാൻ 4 പോകുന്നതിനൊക്കെയുള്ള നീക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. കൊണ്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ അസീം മുനീർ ആയാലും ഇനി നാളെ വേറൊരാൾ വന്നാലും അവരുടെ എല്ലാം ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ, ഇത്രയും കൂടുതൽ പണം ഉണ്ടാക്കുക. അമേരിക്ക ഇതിന് ഇഷ്ടം പോലെ പണം കൊടുക്കാൻ തയ്യാറാണ്, തങ്ങൾക്ക് ബേസ് ഉണ്ടാക്കുന്നതിന്, തങ്ങളുടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒക്കെ. ഇത് മുഷാറഫിൻ്റെ പേരിലാണ് നടന്നത്. മുഷാറഫ് കോടിപതിയായത് അങ്ങനെയാണ്. കാരണം അറിയാമല്ലോ, പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം എന്തെങ്കിലും ഒരിക്കലും ഈ സ്ഥാനം വിട്ടുപോകേണ്ടി വരും. പാകിസ്ഥാൻ പ്രസിഡന്റ് സ്ഥാനമോ അല്ലെങ്കിൽ ആർമി ചീഫ് സ്ഥാനമോ ഉപേക്ഷിച്ച് ഓടേണ്ടി വരുമെന്നൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വേൾഡ് ബാങ്ക് വിദേശങ്ങളിൽ
വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ അദ്ദേഹം സ്വീഡിഷ് ബാങ്ക് അടക്കമുള്ളിടത്ത് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ലണ്ടനിലേക്ക് ആദ്യം പോകാനും പിന്നെ ഗൾഫ് നാടുകളിൽ അഭയം പ്രാപിക്കാനും ഒക്കെ കഴിഞ്ഞത്. ഇഷ്ടംപോലെ പണം ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അത് ഒന്നാമത്തെ ഈ ആയുധത്തിന് വേണ്ടി, സൈന്യത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന പണത്തിൻ്റെ ആദ്യത്തെ പങ്ക് മിലിറ്ററിയാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തേത് അവിടുത്തെ ഈ മിലിറ്ററിയോട് ചേർന്ന് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസ്. മൂന്നാമത്തേത് തീവ്രവാദികൾ. ജനങ്ങൾക്ക് ഒരിക്കലും ഇതൊന്നും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമി എന്തിനു വേണ്ടി അവർ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സർക്രീക്കിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതാണ്. സർക്രീക്കിൽ നിങ്ങൾ ഇടപെട്ട് പാകിസ്ഥാൻ്റെ ഒരു ശക്തി അവിടെ നിലനിർത്തണം എന്ന് അമേരിക്കയുടെ നിർദ്ദേശമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഇപ്പോൾ തൃശ്ശൂലുമൊക്കെ ആയിട്ട് പോയി വലിയ സംവിധാനവും അവിടെ പരേഡും കാര്യങ്ങളൊക്കെ 10 ദിവസത്തേക്ക് നടത്താൻ, നവംബർ 10 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അവിടെ എണ്ണ പരിവേഷകത്തിനുള്ള ശ്രമം, അവിടെ വാതകം ഒക്കെ നമുക്ക് അവിടെ ലഭ്യമാണ്. അതെല്ലാം നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കച്ച് മേഖലയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ പൊളിക്കുക, അത്തരത്തിലൊക്കെ ഇന്ത്യക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് അമേരിക്കയുടെ പോളിസി. അപ്പോൾ എന്തിനാണ് റഷ്യയുമായിട്ട് എണ്ണ വാങ്ങിക്കരുത് നമ്മളോട് പറയുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യയുടെ സാമ്പത്തിക നിലനിൽപ്പിൻ്റെ ഒന്നാമത്തെ സ്ഥാനം റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണയാണ്. വില കുറച്ച എണ്ണ കിട്ടുന്നു, അതിവിടെ ശുദ്ധീകരിച്ച് നമ്മൾ വിവിധ രാഷ്ട്രങ്ങൾക്ക് കൊടുക്കുന്നു, യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ എണ്ണ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി സ്രോതസ്സ് പോകുന്നു മാത്രമല്ല, ആഭ്യന്തരമായിട്ട് പോലും എണ്ണയുടെ വില കൂടും. അപ്പോൾ ഇതുവരെ നരേന്ദ്രമോദി കയറിയിട്ട് ഇന്ന് വരെ പെട്രോളിന് വില കൂടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് നമ്മളിവിടെ ശുദ്ധീകരിച്ച് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നതിന് പുറമെ വിദേശ രാജ്യങ്ങളിലേക്കും കൂടെ കയറ്റി അയച്ച് നമ്മൾ ധാരാളം വിദേശ നാണ്യവും നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒപെക് കൺട്രി അല്ലെങ്കിൽ പോലും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ, പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ അതേ സ്റ്റാറ്റസിലാണ് നമ്മൾ പല രാജ്യങ്ങൾക്കും വേണ്ടി ട്രേഡ് നടത്തുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ലാഭം ഭയങ്കരമാണ്. അതാണ് നമ്മളെ എക്കണോമിക്കലായിട്ട് ഉയർത്തിയത്. അതാണ് നമ്മളെ ആയുധപരമായിട്ട് നമുക്ക് ഒരുപാട് മേൽക്കോയ്മ നേടാനായിട്ട് സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഈ നേട്ടങ്ങളൊക്കെ പൊളിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കരുത്. കൂടിയ വിലയ്ക്ക് നമ്മൾ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കണം. അപ്പോൾ റഷ്യൻ്റെ എണ്ണ വില ഇടിയണം. ഏഷ്യ സാമ്പത്തിക പ്രതിസന്ധിയിലാവണം, ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയിലാവണം. ഇന്ത്യ മറ്റു സ്ഥലത്തു നിന്ന് വാങ്ങിക്കുമ്പോൾ ഇവിടെ എണ്ണ വില കൂടണം. എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ എല്ലാ അവശ്യ സാധനങ്ങളുടെയും വില കൂടും. അങ്ങനെ ഇന്ത്യയിലൊരു ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക, ഇതൊക്കെയാണ് പ്രശ്നം. ഇത് പ്രതിപക്ഷം പോലും ഇതിനെ അനുകൂലിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ അറിയാവുന്നിട്ട് പോലും, അമേരിക്കയുടെ ഈ തന്ത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് പോലും, എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയെ ഒച്ചാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ആസിയാൻ കരാറിന് അമേരിക്കയെ പേടിച്ചിട്ടാണ് പോകാത്തതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടല്ല പോകാത്തത്. അവിടെ ചെന്നാൽ ട്രംപുമായിട്ട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വന്നാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പോകാതിരുന്നത്. അല്ലാതെ ഭയന്നിട്ടല്ല. നമ്മളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈനാണ് എടുത്തത്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു മാന്യമായ രീതിയിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായിട്ടും വലിയ ഡീലിനൊന്നും, ടോപ്പ് ലെവൽ ഡീലിന് തയ്യാറല്ല എന്ന് തെളിയിക്കുന്നതാണ്. അതേസമയം ജയശങ്കർ എന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി അയച്ചുകൊണ്ട് ആവശ്യമായ നയതന്ത്രങ്ങൾ അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടും ഇരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.